മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും അബ്ദാണെന്നും എന്ത് ചെയ്യണം? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും അബ്ദാണെന്നും എന്ത് ചെയ്യണം? അവൻ വിശ്വസിക്കണം. മഹാനായ ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹാണെന്നും വിശ്വസിക്കണം. അല്ലാഹുവിന്റെ റൂഹാണെന്ന് വെച്ചാല് അള്ളാഹു പ്രത്യേകമായ രീതിയിൽ റൂഹും മിൻഹു എന്ന് പറഞ്ഞല്ല, ഈസ നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞല്ലേ. അപ്പൊ ആ റൂഹി എന്ന് മഹാനായ ഈസ നബി അലൈഹി സ്വലാമിന് പേര് വെക്കാൻ കാര്യം ഒന്നുകിൽ മൂപ്പര് ജീവിപ്പിക്കുന്ന ആളാണ്. മരിച്ചവരൊക്കെ ഞങ്ങൾ റൂഹുടെ ആളാണ്, റൂഹ് അയാൾ ഊതിയ ആൾക്കാർ ജീവിച്ചു അള്ളാഹുവിന്റെ ഇതിനോടുകൂടെ. അപ്പൊ അയാൾ റൂഹ് പോലായി, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അയാൾ എന്താണ്? റൂഹ് പറഞ്ഞ് ജസദ് ഉൾപ്പെടെ അങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യനാകാൻ ദേഹവും ദേഹിയുമാണല്ലോ, അതിന്റെ ഒരു ജുസു പറഞ്ഞു മറ്റേ ജുസു ഉണ്ടെന്ന് വെക്കണം. പിന്നെ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ ഇങ്ങനെയാന്ന് വെച്ചുകൊടുത്താൽ അല്ലാഹു തആല പ്രത്യേക പോലെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന രീതിയിൽ വെച്ചെടുത്താൽ. അതല്ലെങ്കിൽ മറ്റുള്ളവരെ കണക്കല്ല, വാപ്പയില്ലാതെ ജനിച്ച ആളാണ്. മറ്റുള്ളവരൊക്കെ വാപ്പാന്റെ റൂഹിൽ നിന്നും ഇങ്ങനെ ശറയാനായി വന്നതാണ്, വാപ്പാന്റെ റൂഹിൽ നിന്നും ഇങ്ങനെ മുത്തവല്ലിദായി വന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മുഹിയുൻ റൂഹുൻ എന്ന് പറഞ്ഞാല് മുഹിയുൻ ലിൽ അർവാഹി എന്ന്, റൂഹിന് റൂഹ് മുഹിയുൻ എന്ന മാന എടുത്തോണ്ട് ഇബ്നു ജല്ലൈത്ത് വിധങ്ങൾ. റൂഹ് എന്നതിന് മുഹിയുൻ എന്ന് അർത്ഥം കൊണ്ടു. മുഹിയുൻ ലിൽ അർവാഹി ബിഹിയായി അബ്ദാനിക ഔ ലൂ റൂഹി വുജിദ മിൻ ഗൈരി ജുസ്ഇൻ വമിൻ ദീ റൂഹി. റൂഹുടേത് കലാക്കൻ നുത്ഫത്തിൽ മുഫസ്സലത്തി മിൻ ഹയ്യിൻ. അല്ല, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി റൂഹ് എന്നുണ്ടല്ലോ അല്ലേ? തനസ്സൽ മലായികത്തു വറൂഹ്, ആ റൂഹ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഊതിയത് കൊണ്ടാണ് മൂപ്പർക്ക് അങ്ങനെ പേര് വന്നത്. അങ്ങനെയൊക്കെ പറയാം റൂഹിന്, കേട്ടാ. പിന്നെ ഇനി എന്താ? റൂഹും മിൻഹു വകലിമത്തുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻഹു എന്ന്. അപ്പൊ പിന്നെ ബാക്കിയുള്ളതിനകത്ത് ഉണ്ട് നഫഖ്തു ഫീഹി മിൻ റൂഹി എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പ്രത്യേകമായ ആത്മാവാണെന്ന് നോക്കണം മഹാനായ ഈസ നബി അലൈഹിസ്സലാം. അങ്ങനെയും പറയാം, മനസ്സിലായില്ലേ? പരിശുദ്ധ ആത്മാവ് ഇർസാലിഹി ജിബ്രീൽ അലൈഹിസ്സലാം ഇലാ ഉമ്മിഹി ഫനഫഖ, ഊതി ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഫീ ദർഇഹാ മസ്ഖൂഖൻ ഇലാ ഖുദ്ദാമിഹാ. ഓരോങ്ങനെ പടച്ചട്ട ഉണ്ടായിരുന്നു, ഓരോങ്ങനെ ധരിച്ചിരിക്കുന്നത് ചട്ടകോലത്തിൽ ഇങ്ങനെ അതിങ്ങനെ കീറി കിടന്നതാണ്. അപ്പൊ അതിലെ കൂടെ ഒറ്റ ഊതി ഇങ്ങനെ ഊതി കൊടുത്തു. ഊതിയപ്പം എന്ത് ചെയ്തു? വസലൻ നഫഖു ഇലൈഹ, ഊത്തവരിലേക്ക് എത്തി ഫഹമലത്ത് ബിഹി. കണ്ടാ, അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഹംലായി. ഇന്നലെ നമ്മൾ കുറെ പറഞ്ഞല്ലോ അതിനെ പറ്റി. മുഖദ്ദസൻ ലൗത്തിൻ നുത്തുഫ, കണ്ടാ, നുത്തുഫയാകുന്ന ആരാണ് മുക്ക് വലിക്കുന്നത്? നുത്തുഫയാകുന്ന വൃത്തികേടുകളെ തൊട്ടൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ പരിശുദ്ധ ആത്മാവ്. പിന്നെ ഇനി എന്തായിരിക്കും? വൽ ജന്നത്ത, വൽ ജന്നത്തു അങ്ങനെ പറയാം. സ്വർഗവും വന്നാറു നരകവും ഹഖ്ഖുൻ, അതും ഹഖാണെന്നും എന്ത് ചെയ്യണം? ഹഖ്ഖുൻ ബിമാന സാബിത്തുൽ മാനക്ക്, ഹഖ്ഖ ബിമാന സബത്താട് അർത്ഥം ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ സാബിത്തുൻ എന്നാണ് മാനക്ക് സാബത്ത്. അപ്പൊ പിന്നെ ഹഖ്ഖുന് മസ്തറാണ്, മസ്തർ മുബാലത്ത് നിലയിൽ പറഞ്ഞു കൊടുത്താൽ കേട്ടാ.
രണ്ടെണ്ണത്തിന് ഒരെണ്ണം ഒരു ഖബർ പറഞ്ഞല്ലേ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമായിരിക്കും. മസ്തറായതുകൊണ്ട് ഹഖുൻ മസ്തറാണല്ലോ. മസ്തറിൽ യസ്തവീൽ മുദക്കർ വൽ മുഅന്നസ് വത്തസ്നിയത്ത് വൽ ജംഉ അങ്ങനെ മാന കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ കുല്ലു വാഹിദിൻ മിന്നുമാ നോക്കണം. മനസ്സിലായോ? സ്വർഗവും നരവും ഒക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കും. നരം ഉണ്ടെന്നാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. മനസ്സിലായില്ലേ? പിന്നെ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സ്വർഗം അള്ളാഹുവിലേക്ക് വസൂല് ചെയ്യലാണ്. അപ്പൊ അവരെന്ന് സ്വർഗത്തിൽ തന്നെയാണ്. ഇനി പിന്നെയും പറയാം. വൽ ജന്നത്തു അലമാക്കാന അള്ളാഹു തആല അതിൽ കടത്തും. അൽ ജന്നത്ത അദ്ഖലഹുല്ലാഹുൽ ജന്നത്ത സ്വർഗത്തിൽ അവനെ അള്ളാഹു കടത്തും. അലാമാക്കാൻ അവന്റെ പ്രവൃത്തിയുടെ അനുസരിച്ച്. പ്രവൃത്തി 100% അവലിൽ കിടക്കും. അല്ല 100% അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് കിടക്കും. പക്ഷെ കുറെ നാൾ തീയിലൊക്കെ കിടന്നിട്ട് ചൂടൊക്കെ കൊണ്ടിട്ട് പോയി. സ്വർഗം തണുപ്പായതുണ്ട് ഇല്ലേ? അങ്ങനെയൊക്കെ പറയാൻ പാടും. പിന്നെ വാൻ മുത്തഫഖുൻ അലൈഹി കഴിഞ്ഞില്ലേ? മിനൽ അമലി അസ്സയ്യി ശാമിൽ കബായിർ എല്ലാം പറയും. മുത്തഫഖുൻ അലൈഹി. ഒരാലിമിനെ സംബന്ധിച്ചിടത്തോളം ഖിതാബിയായ മഖാമിൽ എന്തുണ്ട്? തഅക്കീദ് ചെയ്യണം. വഹദഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ലാ ശരീക ലഹു ഇല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു. വഹദഹു എന്നത് തന്നെയല്ലേ ലാ ശരീക ലഹു. അവർ തഅക്കീദ് ചെയ്തു. അയാളോട് പറഞ്ഞപ്പം ആ വിഷയം തഅക്കീദ് ചെയ്തു, ശക്തിപ്പെടുത്തി പറഞ്ഞു എന്ന്. അതൊരാളുമായിക്കൊണ്ട് സംസാരിക്കുമ്പം ആ വിഷയം പറയേണ്ടത് ശക്തിപ്പെടുത്തലാണെങ്കിൽ അങ്ങനെ പറയണം. വഹദഹു ലാ ശരീക ലഹു എന്നും പിന്നെന്താ പറഞ്ഞ? പിന്നെ പറഞ്ഞല്ലോ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പം ഡിഗ്രികൾ പറയുമ്പോൾ വലിയ ഡിഗ്രി ആദ്യം പറയണം. അതാണ് മൈദനിക്ക് പയച്ചത്. മൈദനിന്നായിപ്പോയി. ഫൈസിയാണല്ലോ അയാൾ. വലിയ വലിയ ആൾക്കാർക്ക് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ട് പിന്നെ ഫൈസി എന്ന് പറയേണ്ടി വല്ലയിടത്ത് മൈദനി എന്ന് പറഞ്ഞാലോ? മൈദനി ഇവിടുന്ന് അങ്ങാണ്ട് കിട്ടുന്നത് പെട്ടിക്കടയിൽ നിന്ന് കിട്ടിയതല്ലേ? അവ പിന്നെ അത് പാടില്ല. അബ്ദുഹു എന്ന അഷ്റഫ് മനസ്സിലായില്ല. പിന്നെയാണ് റസൂല് പറഞ്ഞത്. അബ്ദുഹു റസൂലു. വലിയ സ്ഥാനമുള്ളതിന് ആദ്യം പറയണം, രണ്ടാം സ്ഥാനമുള്ളത് രണ്ടാന്ന് പറയണം. മനസ്സിലായില്ല? ഞാനിപ്പോ അഹ്സനി ആയിരിക്കവേ ഞാൻ വരെ അങ്ങനെ ഡിഗ്രി എടുത്താൽ നമ്മൾ അഹ്സനി ആദ്യം പറയത്തുള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊക്കെ പറയത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലായില്ല? മുസ്ലിംമാര് പറയുമ്പോ സഖാഫി ബിരുദമെടുത്ത സഖാഫി എന്ന് പറഞ്ഞിട്ട് മറ്റേ പറയാവും. എംഫിലായാലും MA ആയാലും മനസ്സിലായി? അങ്ങനെ ഉണ്ടല്ലോ. അവർ ഡിഗ്രി എടുക്കുന്നതിനോട് പോയില്ല അങ്ങനെ എടുത്തോട്ടെ. പക്ഷെ ആദ്യമായിട്ട് മുന്തിക്കേണ്ടത് അത് തന്നെയാണ്. ദീനി ഉലൂമാണ് അള്ളാഹു തആലക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിഗ്രി. വലിയ ഡിഗ്രി ഏതാ? ഇൽമിന്റെ ഡിഗ്രിയാണ്. അപ്പൊ ഇൽമിന്റെ ഡിഗ്രി പറഞ്ഞിട്ടേ മറ്റത് പറയാം. ഇൽമിന്റെ ഡിഗ്രി പറയാതെ മറ്റത് പറഞ്ഞാൽ അത് തുമ്പില്ലാത്ത പരിപാടി. ഞാനിപ്പോ വലിയ അഡ്വക്കേറ്റായിരിക്കും. ഒരു സഖാഫി ഉസ്താദ് അഡ്വക്കേറ്റ് ആയാൽ അഡ്വക്കേറ്റ് സഖാഫി എന്നല്ല പറയാം. സഖാഫി ആൻഡ് അഡ്വക്കേറ്റ് അങ്ങനെ പറയണം. അഡ്വക്കേറ്റ് ആൻഡ് സഖാഫി എന്നല്ല. മനസ്സിലായില്ല? മുബാറക്ക് വാരിക ആദ്യം ഇറങ്ങിയപ്പം അതിനകത്ത് ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ ആദ്യ ഹെഡിങ് ഭൗതികത ഇസ്ലാമിന് എതിരല്ല. മനസ്സിലായി? ഭൗതികം എന്ന വാക്കിനെ മുന്തിക്കേണ്ടത് എന്തായിരുന്നു? ഇസ്ലാം. അപ്പൊ മൂപ്പര് മഹാനായി ഹസൻ ഉസ്താദ് അതെടുത്ത് വെച്ചിട്ട് ഇത് ഇൻഷാ അല്ലാഹ് കാലപ്പഴക്കം ചെല്ലാതെ തന്നെ അടിച്ചു പിരിഞ്ഞു പോകും. ഇതിനകത്ത് ഭൗതികത എന്ന വാക്കാണ് ആദ്യം കൊടുത്തത്. മനസ്സിലായി? കിതാബ് പഠിക്കാത്തവന്മാരോടൊന്നും പറയാനോ? എന്നാ പിന്നെ മുസ്തഫ ഫൈസി കിതാബ് പഠിക്കാത്ത ആളാണോ? അതുമല്ല. ഓരോ കലാമിന് ഓരോരോ ടൈമുകളും ഓരോരോ സ്ഥലങ്ങളുണ്ട്.
അത് വെക്കേണ്ടടുത്ത് വെക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നല്ല അവിടെ പറഞ്ഞു കൊടുത്തേ, വ അന്ന മുഹമ്മദൻ അബ്ദുഹു എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസന് കൊടുക്കുന്ന ഡിഗ്രിയിൽ വെച്ച് ഏറ്റവും വലിയ ഡിഗ്രിയാണ് അബ്ദ്, ഉബൂദിയ്യത്ത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ഭൗതികമായ ഡിഗ്രി എടുത്തോട്ടെ, അതിന് നമുക്ക് എതിരില്ല. അത് പറഞ്ഞിട്ട് ആദ്യം നമ്മളെ ഡിഗ്രി പറയണം. ഫാദിലി ആൻഡ് മറ്റത് MAയോ MLAയോ എന്തോ എന്തൊക്കെ അതിന്റെ പേര് പറഞ്ഞു നിങ്ങൾ, എംഫീൽഡോ എന്തോ എംഫീൽഡോ അങ്ങനെയൊക്കെ MA, പിന്നെന്താ ഡോക്ടർ ഇല്ല, ഡോക്ടറേറ്റ് ഒക്കെ നേടും ഇല്ല. മുഹമ്മദ് സഖാഫി ആൻഡ് ഡോക്ടർ, അങ്ങനെ ഡോക്ടർ മുഹമ്മദ് സഖാഫി എന്നല്ല. അല്ലെങ്കിൽ അയാളെ പേര് മുഹമ്മദ് എന്നല്ല. റസൂലുള്ളാഹിന്റെ പേരിന് മുമ്പ് ഡോക്ടർ കൊണ്ടിരിക്കുന്നത് മോശമായിരുന്നു. നമ്മളതിനൊക്കെ എതിരാ കേട്ടോ. ഹസനി പറഞ്ഞിട്ട് ബാക്കി എല്ലാം പറയാം, സഖാഫി പറഞ്ഞിട്ട് ബാക്കി ഏതെല്ലാം ഡിഗ്രി ഉണ്ട് അത് പറഞ്ഞു, കുഴപ്പമില്ല. ഫാദിലി പറഞ്ഞിട്ട് ബാക്കി ഡിഗ്രി പറയാം. ഇൽമിന്റെ ഡിഗ്രി ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ ആദ്യം ഇതങ്ങനെ എഴുതിയല്ലോ. വഫീഹി, ഈ പറഞ്ഞ ഹദീസിൽ എന്തെല്ലാം മനസ്സിലാക്കാനുണ്ട്. വിശേഷണങ്ങളിൽ നിന്നും അഷ്റാഫിനെ മുന്തിക്കണം. നബിതങ്ങൾ മുന്തിച്ചത് അബ്ദുഹു എന്നതാണ്. പിന്നെയാണ് റസൂല് പറഞ്ഞത് ഇബാദത്തിൽ കൂടിയാണ് റിസാലത്തിലെത്തിയത് അല്ലേ. പുന്നാര നബി തങ്ങളുടെ ജീവിതകാലം മുഴുക്കയും ഒരു കറാത്ത് പോലും ചെയ്യാതെ അല്ലമീൻ എന്ന് പേരെല്ലാം കൊടുത്ത് പണ്ടേ ഇങ്ങനെ നല്ലോണം വന്നിട്ട് 43-ാമത്തെ വയസ്സിൽ അവന്റെ ഡിഗ്രി കൊടുക്കുന്നു. എന്നാ അവന്റെ റിസാലത്ത് ചെറിയ ഡിഗ്രിയാണോ? ഭയങ്കര വമ്പൻ ഡിഗ്രിയാണ്. എന്നിട്ടും അബ്ദ്, ഉബൂദിയ്യത്ത്, മനസ്സിലായില്ല? തിരിഞ്ഞോ? അതാണ് കൊടുക്കേണ്ടത്. അപ്പൊ അഷ്റഫിനെ മുന്തിക്കണം, അഷ്റഫിയ്യത്തിനെ മുന്തിക്കും. അഷ്റഫിയ്യത്തിനെ മുന്തിക്കണമെന്ന് നമുക്ക് ഹദീസിൽ നിന്ന് കിട്ടും. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സ്വർഗവും നരകമൊക്കെ അത് ഹക്കാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി ആൾക്കാർ പറയുന്നത് ഇപ്പോഴേ പഠിച്ചിട്ടിട്ട് എന്തേ കാര്യം, ആൾക്കാർ സ്വർഗത്തിലും നരകത്തിലും കിടക്കുന്നത് പിന്നല്ലേ, ഇപ്പൊ മഹ്ശറ കഴിഞ്ഞിട്ടല്ലേ സ്വർഗത്തിലും നരകത്തിലും. ഇപ്പോഴേ പഠിച്ചിട്ട് എന്താക്കാനാണ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടാവും. അത് പറയുന്നത് ശരിയല്ല എന്നിപ്പോ വാക്ക് നീട്ടിയില്ലേ, അതൊക്കെ സത്യമാണ്. പിന്നെന്താണ് ഇനി എന്തായിരിക്കും? പിന്നെയും പറഞ്ഞെങ്കിലും കുറെ അവിടെ മുഖാലിഫീങ്ങളായ ആൾക്കാർ ഇസ്ലാമിന് എതിര് നിൽക്കുന്ന കക്ഷികളോട് നമ്മൾ റദ്ദ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ ശുബ്ഹത്തിനെ ബാത്തിലാക്കുന്ന രീതിയിലുള്ള റദ്ദാണ് ചെയ്യേണ്ടത്. ഇപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞത് അബ്ദുല്ലാഹി വ റസൂലുഹു വബ്നു അമതിഹി വ കലിമത്തുഹു, ഇത്രയും വിശേഷണങ്ങളെ പറഞ്ഞു കൊടുത്തത്. ഇത് ആരെ റദ്ദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ? ദൈവപുത്രനാണ്, ദൈവമാണ് എന്ന് നസ്വാറാക്കൾ പറയുന്ന അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടിയാ പറഞ്ഞത്. അപ്പൊ റദ്ദ് ചെയ്യുമ്പോൾ കണക്കിന് റദ്ദ് ചെയ്യണം, മനസ്സിലായില്ല? അവർക്കുള്ള ശുബ്ഹത്ത് മുഴുക്കയും ഇല്ലാതാകുന്ന രീതിയിലുള്ള റദ്ദാണ് ചെയ്യേണ്ടത് എന്നും ഹദീസിൽ നിന്നും ഉൾക്കൊള്ളാൻ പറ്റും. കമാ റദ്ദ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ യഹൂദി വൻ നസാറ ബിവസ്ഫി ഈസാ അലൈഹിസ്സലാം ബിമാ മർറ. എന്താ പിന്നെയും പറഞ്ഞു, ثم على منكر الجنة والنار مطلقا أنا حق أدخله الله الجنة أنا الله سبحانه وتعالى കടത്തി കഴിഞ്ഞു. മാലിയാബീല എന്ന് ഞങ്ങൾ മലയാളത്തിൽ എന്താ പറയുന്നത്, ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മാലിയാബീൽ ഫസ്റ്റ് ടെൻസോ? പാസ്റ്റ് ടെൻസ്. എന്നാ പാസ്റ്റ് ടെൻസ് ആയിട്ട് അല്ലാഹു തആല പറഞ്ഞേക്കും, മനസ്സിലായ? പാസ്റ്റ് ടെൻസ് ആയിട്ട്. അപ്പൊ കഴിഞ്ഞു, സംഭവം കഴിഞ്ഞുപോയി.
അവ മുഅ്തസിലികൾക്ക് റദ്ദ് ചെയ്തു. കണ്ടാ ثم على منكر الجنة والنار مطلقا അല്ലെങ്കിൽ ഔലി ഉഖൂലിഹിം الفاسدة مطلقا أو الآن كالمعتزلة കണ്ടാ ثم عليهم أعني المعتزلة فيما زعموه من تلقاء أنفسهم تقليدا لعقولهم الفاسدة. പിന്നെ ഇനിയും പറ, ഇനി കഴിഞ്ഞോ? കരയെ കഴിഞ്ഞില്ലേ നമ്മള്? ഇനി അടുത്ത അതീത് വായിച്ചോടെ? മുസ്ലിമർ പിന്നെ അതിനെ വായിച്ചോണ്ടിരുന്ന പിന്നെ എങ്ങനെയാ? ഫീ കലാമി അഹ്ലി തഹ്ഖീഖ് അന്നൽ ജന്നത്ത ജന്നത്ത് എന്ന ജന്നത്തുൽ വുസൂൽ ഇലാ മഅരിഫത്തി ദാത്തില്ലാഹി വസിഫാത്തിഹി വഅഫ്ആലിഹി വൽ മലായികത്തുൽ ഖറൂബിയ്യീന വറുഹാനിയ്യീന. അത് ഈ സൂഫിയാക്കൾ പറയുന്നതാണ്. നമ്മളിപ്പോ അവിടെ എത്താൻ കുറെ കഴിയത്തില്ല. അദ്ഖലഹുല്ലാഹു അൽ ജന്നത അലാ മാ കാന വഅൻ അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹു. അംർ ഇബ്നുൽ ആസി നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അംർ ഇബ്നുൽ ആസി യാ ഇട്ട് എഴുതണം. യാ വേണ്ട, ഇല്ലാതെ എഴുതണം. ഇമ്മ തഖ്ഫീഫൻ വേണ്ട. ആസി അയാസ് ഇയാസ് ഖുറൈശ് ഔലാദ് ഉമയ്യത്ത് ബിൻ അബ്ദി ശംസുൽ അക്ബർ വഹുമുൽ ആസി വഅബുൽ ആസി വൽ ഐസ് വഅബുൽ ഐസ്. ഏതായാലും കിനായത്തുൽ ആസി അങ്ങനെ ഇല്ലാതെ എഴുതും ചില ആൾക്കാർ. ഇസ്മു ഫായിലിൻ മിൻ ആസ ഫഹീനൈദിൻ യജൂസു ഇസ്ബാത്തുൽ യായിന്. അങ്ങനല്ല, ആസി എന്നുള്ളത് ഏത് ഫീലായിട്ടാണ് വന്നിരിക്കുന്നത്? ആസായിൽ നിന്നുള്ളതല്ല, മജുവഫായ ഫീലാണത്. മജുവഫായ ഫീലാവുമ്പോൾ യാവ് വേണ്ടല്ലോ. മജുവഫായ ഫീലാവുമ്പോഴേ യാവ് വേണോ? യാവ് വേണ്ട. മജുവഫായ ഫീൽ എന്തിനാ യാവ് കൊടുക്കുന്നത്? ആസി ഐസിൽ നിന്നുള്ളതാണ്. അല്ല സഅദു തുബൂത്തില്ലാഹി മാ തഖഫിനു ബിനാന ലഅന്നഹു അജ്വഫു യദുല്ലു അലൈഹി മാ ഫിൽ ഖമൂസ് അൽ അയ്യാസ് എന്ന് പറയും. അൽ അയ്യാസു മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്നുള്ള അയ്യാസുകൾ എന്ന് പറയാറുണ്ട്. അതാരാണ് അവര്? എന്താണ് അയ്യാസ്? അയ്യാസ് എന്ന് പറയും. ഔലാദു ഉമയ്യത്ത് ബിൻ അബ്ദി ശംസ്, ഏട്ടാ അവന്റെ മക്കൾക്കാണ് പറഞ്ഞത്. ചില ആൾക്കാർ അസായിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയല്ല എന്നാണ് എൻ്റെ അർത്ഥം. വേണ്ട, അമറുല്ലാസിയെ പറ്റി പിന്നെ പറയുന്നില്ലേ ഒന്നും? നിങ്ങളെ കിതാബിലുണ്ടോ അമറുല്ലാസിയെ പറ്റി? നിങ്ങളെ മറ്റേനത് പറഞ്ഞിട്ടില്ലേ? ഒരു വലിയ ആളാണല്ലോ അമറുല്ലാസി. ഇല്ല, അവിടെ ഒന്നും എഴുതിയിട്ടില്ലേ? അഞ്ചാം കൊല്ലം മുസ്ലിമായ ആളാണ് അംർ ബിൻ ആസി തങ്ങൾ. പിന്നെ ഇനി അവര് ഖീലാണ് അല്ല, 8ാം കൊല്ലമാണെന്നും പറഞ്ഞവരുണ്ട്. ഖദിമ ഖാലിദ് ബിൻ വലീദുമായി കൊണ്ട് വന്നു. അവരുമായി കൊണ്ടു എല്ലാവരും കൂടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒറ്റ മുസ്ലിമാര്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ നേതാക്കന്മാരായി വിട്ടു, ഏൽപ്പിച്ചു വിട്ടു. അംർ ബിൻ ആസി തങ്ങൾ വലിയ ആളാണ്. അംർ ബിൻ ആസി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീദ് നമ്മൾ തൽഖീനിന് തെളിവെടുക്കുന്നത്. വഫാത്താവുന്ന സന്ദർഭം മക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ ഖബറടക്കിയതിനു ശേഷം അവിടെ നിൽക്കണം കുറച്ചു നേരം, എനിക്ക് മലായികത്ത് വരും, ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എനിക്ക് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞു. മാതാ കേട്ടോ എന്ന് നമ്മളെ ഹദീസിനകത്ത് തന്നെ വരും. അതുമല്ല അതിനകത്ത് പറഞ്ഞോ
അമറുബിലാശിതങ്ങളാണ് റസൂലുള്ളാഹിന്റെ ആധാർ ഷരീഫ് എടുത്തിട്ട് മക്കളായി കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാണ്, ഇതൊക്കെ ഇവിടേക്ക് വെക്കണമെന്നൊക്കെ പറഞ്ഞു. കണ്ണിലും പിരിയത്തൊക്കെ അങ്ങനെയൊക്കെ അതിനകത്ത് കാണില്ലായിരിക്കും. ഈ ആമിഷും വക്കൊക്കെ എഴുതുന്നമാര് മുജാഹിദീങ്ങൾ ജമാഅത്ത് ഇസ്ലാമികളെ ആയിരിക്കും. ഉണ്ടോ? ഇനി എന്താ എഴുതിയേക്കുന്നേ? അതാരാ അതിനെപ്പറ്റി എഴുതിയേക്കുന്നേ? നിങ്ങളെ കിതാബില് ഈ മുസന്നിമീങ്ങളെ പറ്റി, ഈ സഹാബത്തിനെ പറ്റി എഴുതിയേക്കുന്ന ആളാരാ? ഇപ്പൊ ഇറങ്ങുന്ന ശറഹികളിൽ നിന്നും അവരെ പറ്റിയൊന്നും എഴുതില്ല. പഴയ ആലിമീങ്ങൾ ഹദീസിലേക്ക് ശറഹ് എഴുതുമ്പം ആ ഹദീസിനകത്ത് വന്ന റാവി, ആ റാവിയെ പറ്റി നല്ലോണം ഒന്ന് പറയും. കൈപ്പറ്റ ഉസ്താദ് അങ്ങനെയാണ്. കൈപ്പറ്റ ഉസ്താദ് ഒരാളെ പറ്റി പറയുമ്പോൾ അയാളെ ഒരു തർജ്ജമ ഇടും. തർജ്ജമത്തുൽ ഇമാമുൽ ഖുശൈരി, തർജ്ജമത്ത് അബൂബക്കർ വറാഖ്, തർജ്ജമത്ത് സുഫിയാൻ സൗരി, ഇങ്ങനെ ഇടും. അതൊന്നും ഇപ്പോഴുള്ള ഈ കിതാബുകളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മൾക്ക് എവിടുന്ന ഇൽമ കിട്ടും? ഇതൊക്കെയാണെങ്കിലോ ഇത് മുർഷിദിന്റെ ശറഹല്ലെന്ന് നമ്മൾ മാറ്റിയെടുക്കുകയും ചെയ്യും. നമ്മൾ വലിയ കോയന്മാരായിട്ട് ഇങ്ങനെ ഷെയ്ഖന്മാരായ വലിയ ഉസ്താദന്മാർ മുർഷിദ് നോക്കത്തില്ല, അതിന്റെ ആശയം നോക്കത്തില്ല. ഈ കിതാബ് ഇപ്പൊ പുതിയതായിട്ട് അടിച്ചിറക്കിയാൻ തോന്നുന്നുണ്ട്. ആൾക്കാരെല്ലാം കൂടിയിട്ടേ ഹെപ്പറ്റ ഉസ്താദിന്റെ വലിയ ആലിമായതുകൊണ്ട് ഇതാരും അമറുൽ ആസിയ എന്ത് ചെയ്യാൻ? ഇതിനകത്ത് ചിലടത്ത് കാണും, അത് എടുത്ത് നോക്കണ്ടേ നമ്മൾ. ഹെപ്പറ്റ നല്ല ലോകവിയാണ്, നല്ല തഹഖീഖുള്ള ഉസ്താദാണ്. ഒന്നോർത്തോട്ട് മഗ്‌രിബിന് ശേഷം ഒന്നോർത്തോട്ട് വന്നിട്ട് വേണ്ട 10 മിനിറ്റ് നോക്കും. എന്നാലും സുബ്ഹാനല്ലാഹ് അതിന് അന്നേരം കിതാബ് നോക്കും. എന്നിട്ട് പറയും, ഞാൻ എപ്പോ ഒരു മുത്താല 10 മിനിറ്റ് എപ്പം നോക്കിയാലും അതിനകത്ത് ഒരു പുതിയ ഇൽമ കിട്ടും. അതിനകത്തൊരു പുതിയ ഇൽമ കിട്ടും. അങ്ങനെ നല്ല തഹഖീഖുള്ള ഉസ്താദാണ്. ജലാലിനൊക്കെ പല സ്ഥലത്തും പറയും, അത് ഇസ്രായേലികൾ കൂട്ടി പറഞ്ഞ അവർക്കുള്ള ചരിത്രങ്ങളൊക്കെ അതിനകത്തുള്ളത്. അത് തഹഖീഖല്ലെന്ന് പറയും ചിലയിടത്തൊക്കെ. മനസ്സിലായേ? നല്ല ഉസ്താദാണ്. നമ്മളെ റയീസുലമായുടെ ഉസ്താദാണ്. റയീസുലമ അവിടെ നല്ലോണം പഠിപ്പിച്ചു കൊടുത്തിട്ട് 4 ഭാഗം മഹലിയൊക്കെ റയീസുലമ അവിടെ നിന്ന് തന്നെ ഓതിയത്. ആരടുത്തുനിന്ന്? ഉസ്താദിനടുത്ത് തന്നെ ഓതി. 4 ഭാഗം ഓതി. രാവിലെ മഹലി കയറിയുന്ന 9:30 ആവും. മഹലി കഴിഞ്ഞാൽ എല്ലാം തഹഖീഖാക്കി കൊടുത്ത് വിടത്തുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഓക്കേസ്ഥാനടുത്ത് ഇട്ടോട്ട് പറഞ്ഞു, എന്റെ അടുത്തൊന്നും അല്ല, ഓക്കേസ്ഥാനത്ത് ചെന്നു പഠിക്കാൻ. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ വന്ന് പഠിച്ചാൽ കൊള്ളാം, ഇനി അവിടെ ഒന്നും അല്ല, നല്ല സ്വഭാവമൊക്കെ ഉസ്താദന്മാരൊന്ന് കണ്ടിട്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മാറ്റാൻ നിൽക്കണ്ട നിങ്ങൾ. അങ്ങനെ കൈപ്പറ്റ ഉസ്താദും പറഞ്ഞ് ഓക്കേസ്ഥാൻ പറഞ്ഞെന്ന് തോന്നുന്നു. കൈപ്പറ്റ ഉസ്താദിന്റെ അടുത്തുനിന്ന് വേറെ ഉസ്താദിന്റെ അടുത്തുനിന്ന് വന്നത്. അപ്പൊ ആ ഉസ്താദ് പറഞ്ഞു, മലയമ്മ മുസ്ലിം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു ശേഖന പറഞ്ഞ അങ്ങനെ പറഞ്ഞു. ഈ കിതാബ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാതെ ഇത് പൊടിഞ്ഞിരിക്കുക, തൊടുന്നതും പൊടിഞ്ഞു പോകും. ഇത് വലിയൊരു ആലിമിന്റെ കിതാബാണ്. ഇത് പിന്നെ വേറൊരു പള്ളിയിലെ കിതാബാണ്, ഞാൻ എടുത്തോണ്ട് വെച്ചേക്കുന്നേ ഉള്ളൂ. അല്ലാഹു തആല അയാളെ ഖബർ സുഖമായി കൊടുക്കട്ടെ. അയാൾ കൈപ്പറ്റിയ സ്ഥാനം, അയാള് കൈപ്പറ്റിയിരിക്കുന്നു. അംർ ബിൻ ലാസ് തങ്ങൾ പറയുന്നു, അന്നഹു ഖാല അത്തൈതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തങ്ങളടുത്ത് ചെന്നു. ഫഖുൽതു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫഖുൽതു, അങ്ങനെ അർത്ഥം. ഫാണ്ട് ഇല്ല, ചെന്നുടനെ അങ്ങ് പറയല്ല, പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വന്ന ഇന്ന കാര്യത്തിൽ ഉബ്സുത്ത് യമീനക് ആണ്, ബസത്ത യബ്സുത്ത്, പിന്നെ ഫലി ഉബായിഅക ആണ്, ഫബസത്ത യമീനഹു ഫഖബൽതു യദി. എന്താ? ഫഖാല മാലക യാ അംർ,
قلت أردت أن أشترط قال تشترط ماذا قلت أن يغفر لي قال أما علمت يا عمرو إن الإسلام يقدم ما كان قبله ഷെയ്ഖിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് കൈ തരി ഞാനൊന്ന് ബയ്യത്ത് ചെയ്യട്ടെ നിങ്ങളായിട്ട് കൈ കൊടുത്തു കൈ കൊടുത്തപ്പോൾ മുരീദാവുമെന്നാണ് കയ്യങ്ങ് വലിച്ചു ഇതെന്തോടാ കൈ ചോദിച്ചിട്ട് പിന്നെ എന്തിനാ വലിച്ചെന്ന് ചോദിച്ചു തങ്ങളെ ഞാനങ്ങ് വലിയ മുരീദായി പോയിട്ടൊന്നും കാര്യമില്ല ഞാനിപ്പോൾ ഈ സന്നിധാനത്തിൽ വന്നിരിക്കുന്നത് ഒരുപാട് തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരവുമായിക്കൊണ്ട് അങ്ങയുടെ സദസ്സിൽ ഞാൻ എത്തിയത് ഞാൻ ബൈഅത്ത് ചെയ്യാൻ ഞാനൊരു ഡിമാൻഡ് വെക്കുന്നു ഷെയ്ഖിനോട് മുരീദ് ഡിമാൻഡ് വെക്കുന്നു അല്ലേ ഇതെന്തൊരു പണി നോക്കും ആയിക്കോട്ടെ എന്താ ഡിമാൻഡ് പറ നല്ല രസമാണ് എന്താ ഡിമാൻഡ് ഞാനീ ബൈഅത്ത് ചെയ്യാൻ പോവാണ് എന്റെ പാപങ്ങൾ മുഴുക്കയും പുറത്തിട്ടു അത് നല്ല ആത്മാർത്ഥമായ മുരീദ ഇങ്ങനെ വേടിക്കല്ല നിങ്ങൾ നടക്കല്ലേ വേടിക്കാൻ വേണ്ടി എവിടെ ഷെയ്ഖുള്ളത് പറഞ്ഞിട്ട് ഇല്ലേ അവിടെ ഒരു ഷെയ്ഖുണ്ട് മറ്റിടത്തൊരു ഷെയ്ഖുണ്ട് പിന്നെ സൂഫി ചക്രവാളത്തിലെ പിന്നെന്താ വാക്കാണ് സൂര്യ ചന്ദ്ര തേജസ് പറയത്തില്ല സൂര്യ തേജസ് ഇപ്പൊ പിന്നെ വാൾ പോസ്റ്റും ഇല്ല പിന്നെ പിന്നെന്തോ അനൗൺസ്മെന്റും ഇല്ല സർവ്വതും തീർന്നു ഉള്ള കടക്കാരെല്ലാം രക്ഷപ്പെട്ടു ഇത് ഇമ്മാര് പരിപാടി വെക്കും എന്നിട്ട് പോയി പരസ്യം പഠിക്കാൻ നടക്കുന്നത് മുത്താലിമൊക്കെ അതിന്റെ ജോലി ഇപ്പൊ ബുറുദ ഇഖ്വാനും ഇല്ല എന്താ പിന്നെന്തോ ഞാറ്റ് എന്തൊക്കെയാണ് പറയുന്നത് പറയാണ് ഇപ്പൊ ബുറുദ ഇഖ്വാനും ഇല്ല ഇല്ല എല്ലാം ഉണ്ടല്ലേ ഓൺലൈനിൽ ആരും കേൾക്കാനില്ല ആരും കേൾക്കാനില്ല അതുകൊണ്ട് നാളെ ഒരു പിന്നെ ബാങ്ക് സുബൈയുടെ ബാങ്ക് കേട്ടിടണേ ബാങ്കുകളും ചെന്നെ സുബൈക്ക് ബാങ്ക് വിളിക്കുന്ന ഒന്നെടുത്തിട്ടാണോ അള്ളാഹു ബാങ്ക് വിളിച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി അൽഫ അൽഫ സലാത്തിൻ വ അൽഫ അൽഫി സലാമിൻ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് 3 പ്രാവശ്യം പറഞ്ഞാണ് എന്താ പിന്നെ സുബൈക്ക് വെച്ചിട്ട് എഴുന്നേറ്റ് അസ്സലാത്തു തന്നെ ചെയ്തു പിന്നെ മഗ്‌രിബിന് ശേഷം ഇശാക്ക് ശേഷം ഓരോ മൗലിദ് ഓതും മൗലിദ് മൈക്കിലോതണം ഓതണമെന്നില്ല ഓതിയാലും കുഴപ്പമൊന്നുമില്ല ആരെന്ത് പറയും പിന്നെ ഇവിടെയൊക്കെ അലങ്കരിക്കണം നാളെയാണോ ഇന്നാണോ നാളെയല്ലേ ഒന്ന് അങ്ങനെ അലങ്കരിക്കാൻ പൈസ വേണോ സാറ് പൈസ കൊണ്ട് നിന്നല്ലേ നമുക്ക് എന്താ വൽബൊക്കെ ഇടണം ഭയങ്കരമായിട്ട് ഇത്ര മതി കൂടുതലാണ് ബാക്കി കൊണ്ടുവന്ന് പിന്നെ ഞാനെന്തിനാണ് വെച്ചേക്കുന്നത് അങ്ങോട്ട് قال أتيت النبي صلى الله عليه وسلم فقلت بسط يمينك فلأبايعك തങ്ങളെ കൈയൊന്ന് നീട്ടി ഞാനൊന്ന് ബയ്യത്ത് ചെയ്യട്ടെ വേണ്ട കൈ നീട്ടിക്കൊടുത്ത് തങ്ങളല്ലേ ഫബസത്ത യമീനഹു തങ്ങളുടെ പരിശുദ്ധമായ വലം കൈയെ നീട്ടിക്കൊടുത്തു ബികസരില്ലാമി ഫതഹില്ലൈനി അല സ്വഹീഹ് വത്തഖ്ദീറു ലിഉബായിഅക തഅലീലൻ ലിൽ അംരി വൽഫാഉ മുഖഹമത്തുൻ ഫ എന്നുള്ളത് കണ്ടാ വഖീല ബിളമ്മിൽ ഐനി ഫലിയുബായിഉ വത്തഖ്ദീറു ഫഅന ഉബായിഉക അപ്പോൾ ലാമ് എന്തായി ഇത്ഹാമായി വയഹ്തമിൽ അൻ തഖീന ലാമുൽ അംരി ലാമുൽ അംറു ആകാം ഫൽ ഉബായിഅക ഫയുജ്സമു അതെന്ത് ലാമായിരിക്കും അല്ലാഹു അലം ഞാൻ ബയ്യത്ത് ചെയ്യട്ടെ എന്നൊക്കെ
അമറുബയിലിനകത്ത് മുത്തക്കല്ലിമ അമറുബയിലായിട്ട് വരും. ഇതെന്തൊരു മണിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊടുക. അങ്ങനെ എന്തെങ്കിലും പറയും ഇല്ല, അങ്ങനെ പറയാ, അങ്ങനെയും പറയല്ലേ. അജലി അയ്യുബായിക അലൽ ഇസ്ലാം എന്നതിന്റെ അർത്ഥം അയ്യുആഖിദുക വഉആഖിദുക അലാ അൻ അഫ്അലഹു വഅദൂമ അലൈഹി വഅലാ യഫിയ ലി ബിമാ അസ്തരിതുഹു എന്ന്. വഹാദാ മിൻ ജഹരി ഔല മിൻ ജഹലാമി അവിൽ ഫായിസ് സായിദത്തി ലിതൗക്കീദ്. കേട്ടാ, ഹറബ മിൻ ഖറാഅത്തിൽ നുഹാത്തി ഇജ്തിമാ ഹർഫൈനി ലിമാന വാഹിദിൻ. അപ്പൊ എന്തായി? ലി ഉബായിഅക ഐ ലി അജലി അൻ ഉബായിഅക എന്നാണ് അതിന്റെ അർത്ഥം. ലാമ തൗലീലിനും അന്ന് പറഞ്ഞിട്ട് രസമോ എന്താ? ഫായോ ഫായില്ലേ അവിടെ? ഉബുസുത്ത് യമീനക് ഐ മുദ്ദഹ. എന്താ? ഞാൻ തങ്ങളുടെ കയ്യുമേല് എന്റെ കൈയൊന്ന് വെക്കട്ടെ. ഹത്താ അളഅ യമീനി അലൈഹ, എന്റെ കൈ അവിടുത്തെ പരിശുദ്ധ വലത് കരത്തിന്റെ മേൽ ഞാനൊന്ന് വെക്കട്ടെ. എന്താ? ഫതലബനി ലിദാലിക ഇന്നമാ വഖഅ മിന്നി. ഫതലബനി ലിദാലിക, അതിനു വേണ്ടിയാണ് മഹാനവറുകൾ അത് ചെയ്തത്. ഇന്നമാ വഖഅ മിന്നി, എന്നിൽ നിന്നും ഇത് സംഭവിച്ചത്. എന്താ? ഫതലബനി ഫതലബനി ലിദാലിക. ആ ഫായിന് ശേഷം ഞാൻ വായിക്കുന്നത് ഫതലബനി ലിദാലിക, ഞാൻ എന്റെ പരിശുദ്ധമായ കൈ അവിടുത്തെ കയ്യുമേ വെക്കലിനെയാണ് എന്നെ പ്രേരിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് എന്നെ പ്രേരിപ്പിച്ചത്. എന്താ? ഇന്നമാ വഖഅ മിന്നി, ഇത് എന്നിൽ നിന്നും സംഭവിച്ചത് ലി ഉബായിഅക എന്ന് അത്രയും സങ്കല്പിച്ചു കൊടുത്താണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹ് ആ വാക്കിനെ വിശദീകരിച്ചത്. അപ്പൊ ഫാവു അവിടെ നിന്നു, മനസ്സിലായില്ല? ലാമും അതിന്റെ നിന്നു. ഒന്നൊന്നിനേക്കാൾ മുഖ്തഹമല്ല, ഒന്ന് ദായിരയാക്കി കളയുക. അങ്ങനൊക്കെ അങ്ങനൊന്നും പറയണ്ട എന്ന് അത്രയും സങ്കല്പിച്ചു കൊടുക്കാൻ പറ്റിയ കലാമായിരിക്കും. അതുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചത് ഉബുസുത്ത് യമീനക ഐ മുദ്ദഹ ഐ, കൈയൊന്ന് വെക്ക് തങ്ങളെ, കൈയൊന്ന് നീട്ട് തങ്ങളെ. ഹത്താ അളഅ യമീനി അലൈഹ, അപ്പൊ ഫതലബനി ലിദാലിക, അതിനു വേണ്ടിയിട്ടാണ് എന്നെ പ്രേരിപ്പിച്ചത്. ഇന്നമാ വഖഅ മിന്നി, ഇതെന്നിൽ നിന്ന് സംഭവിക്കുന്നത് ലി ഉബായിഅക ഐ ലി അജല യുബായിഅക അലൽ ഇസ്ലാം എന്ന്. തിരിഞ്ഞോ? ശരി. ഫഖാല, അങ്ങനെ ഫബസത്ത, അവിടുന്ന് ബസ്തു ചെയ്തു കൊടുത്തു. യമീനഹു, അവിടുത്തെ പരിശുദ്ധമായ കയ്യെ ബസ്തു ചെയ്തപ്പോൾ ഫഖബൽതു യദി, ഞാൻ എന്റെ കൈ ഇങ്ങോട്ട് ബാക്കിട്ട് വലിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, മയ്യത്ത് ചെയ്തോളാം. അപ്പൊ ഞാൻ കൈ വെച്ചു. കൈ എടുത്തവൻ പിന്നെ വിഷമായില്ലേ? അവനെ എന്താടാ നീ ചോദിച്ചിട്ട് ആൾക്കാർ കളിയാണ് എന്ന് പറയത്തില്ലേ?